മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ 5ാം ഭാഗത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് പ്രസിദ്ധമായ ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തിയുടെ തിരുസന്നിധിയിലാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ വട്ടക്കുളം പഞ്ചായത്തിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ഇവിടത്തെ ശിലകളിൽ കണ്ടെത്തിയ ലിഖിതങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിന് 3500 വർഷത്തിലധികം പഴക്കമാണ് കണക്കാക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഭരിച്ചിരുന്നത് ബ്രാഹ്മണ രാജവംശമായിരുന്നു. അവർ കേരളത്തെ 64 ഗ്രാമങ്ങളായി തിരിച്ച് ചന്ദ്രഗിരിക്ക് വടക്ക് തുളുനാട്ടിൽ 32 ഗ്രാമങ്ങളും ചന്ദ്രഗിരിക്ക് തെക്ക് ഭാഗത്ത് മലനാട്ടിൽ 32 ഗ്രാമങ്ങളായും വേർതിരിച്ചു. ഈ ഗ്രാമങ്ങളിൽ കേരളത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും പവിത്രവുമായതായിരുന്നു ശുഗപുരം ഗ്രാമം. വേദജ്ഞരും യാഗാധികാരികളുമായ ശുഗപുരം ഗ്രാമത്തിലെ നമ്പൂതിരിമാർ രാജ്യത്തെ പ്രസിദ്ധരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിമാരെ പരമ്പരാഗതമായി തിരഞ്ഞെടുക്കുന്നത് ഈ ശുഗപുരം ഗ്രാമത്തിൽ നിന്നാണ് എന്നുള്ളത് ഈ ഗ്രാമത്തിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ചരിത്രങ്ങളാലും ഐതിഹ്യങ്ങളാലും സമ്പന്നമാണ് ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ശ്രീ ശുഗമഹർഷിയാണ് ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത്. ഒരു തത്തക്കുഞ്ഞായി ജനിച്ച ശ്രീ ശുഗൻ മഹാദേവന്റെ അനുഗ്രഹത്താൽ മനുഷ്യ ശിശുവായി. വേദവ്യാസന്റെ പുത്രനാണ് ശ്രീ ശുഗൻ. മഹാദേവന്റെ അനുഗ്രഹത്താൽ മനുഷ്യക്കുഞ്ഞായ ശ്രീ ശുഗൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മർഷി പദവും ദിഗംബരത്വവും നേടി. അതായത് എന്നും 16 വയസ്സ് എന്ന അവസ്ഥ. ധാരാളം ശിവക്ഷേത്രങ്ങളാണ് ശ്രീ ശുഗൻ പ്രതിഷ്ഠ നടത്തിയത്. ഒരിക്കൽ ശുഗമഹർഷി തൻ്റെ യാത്രാമധ്യേ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പരിസരത്തേക്ക് എത്തുകയും ശ്രീ ശുഗന് ഇതൊരു വിശിഷ്ട സ്ഥലമായി മനസ്സിലാവുകയും ഇവിടെ ശ്രീ മഹാദേവനെ പ്രതിഷ്ഠിക്കുവാൻ അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയും ചെയ്തു. അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് സമയമാകുമ്പോൾ അവിടെ ഒരു മയിൽ പ്രത്യക്ഷപ്പെടുകയും അതേസമയം ശ്രീ ശുഗമഹർഷിയും അവിടെ എത്താമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. ശ്രീ ശുഗന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം പണിത് പ്രതിഷ്ഠാകർമ്മത്തിനായി കാത്തിരിക്കുമ്പോൾ പീലിക്കാവടി ദൃശ്യമാവുകയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് സമയമായി എന്ന് കരുതി അവിടെയുള്ള വേദപണ്ഡിത ശ്രേഷ്ഠന്മാർ കിഴക്കോട്ട് ദർശനമായി ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ ശ്രീ ശുഗൻ അറിയിച്ചതുപോലെ അവിടെ ഒരു മയിൽ പ്രത്യക്ഷപ്പെടുകയും അതോടൊപ്പം ശ്രീ ശുഗൻ അവിടെ എത്തുകയും ചെയ്തു. ക്ഷേത്രത്തിലെത്തിയ ശ്രീ ശുഗൻ ഇപ്പോഴുള്ള ശിവലിംഗം മാറ്റേണ്ടതില്ല എന്നും അതേ ശ്രീകോവിലിൽ തെക്കോട്ട് മുഖമായി ശിവലിംഗം ദക്ഷിണാമൂർത്തി ഭാവത്തിൽ പ്രതിഷ്ഠിക്കാമെന്നും അദ്ദേഹം അവരെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹം ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠിച്ച ദക്ഷിണാമൂർത്തിക്ക് ഇന്ന് ഏറെ പ്രാധാന്യമാണുള്ളത്. ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിയുടെ നടയിൽ മാത്രമാണ് നന്ദികേശനുള്ളത്. പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വലിപ്പത്തിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹവും വളരെ വിശാലമായിട്ടാണ് പണിതിരിക്കുന്നത്. ദേവന്റെ പാദത്തിന് സമാന്തരമായിട്ടാണ് ബലിക്കല്ല് എന്ന വാസ്തുനിയമം ഉള്ളതുകൊണ്ടാണ് ബലിക്കല്ലിന് ഇത്രയും ഉയരം വരുന്നത്. മിഥുനമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനം. ശ്രീ ദക്ഷിണാമൂർത്തിയും ശുഗമഹർഷിയും ധ്യാനനിരതരായി ഇരിക്കുന്നതിനാൽ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഇവിടെ പാടില്ല എന്നതുകൊണ്ട് തന്നെ നിത്യശിവേലിയോ ഉത്സവമോ ഇവിടെയില്ല. ഇവിടെ പ്രാധാന്യം വേദങ്ങൾക്കാണ്. ഋഗ്വേദ ലക്ഷാർച്ചന, ഋഗ്വേദ മുറഹോമം, മാസം തോറും ചിത്തിര നക്ഷത്രത്തിൽ നടത്തുന്ന ഋഗ്വേദമുറധാര, പ്രദോഷങ്ങളിലുള്ള വാരം, വേദജപം, മഹാദേവന് വിശേഷമായിട്ടുള്ള ഏകാദശി രുദ്രം തുടങ്ങിയവയാണ് ശ്രീ ശുഗപുരത്തപ്പന് പ്രധാനപ്പെട്ടത്. ഭാഗവതം രചിച്ചത് ശ്രീ ശുഗമഹർഷി ആയതിനാൽ ഈ ക്ഷേത്രത്തിൽ
വർഷം തോറും നടത്തിവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. നിത്യവും വിദ്യാരംഭം കുറിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സനകാദിമുനികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഭാവത്തിലായതിനാൽ വിദ്യാരംഭത്തിനും വിദ്യാർത്ഥികൾക്കും ഈ ക്ഷേത്ര ദർശനം ഏറെ ശ്രേഷ്ഠകരമാണ്. സാരസ്വത പുഷ്പാഞ്ജലി നടത്തി നെയ്വിളക്ക് സമർപ്പിച്ച് കദളിപ്പഴം നിവേദിക്കുന്നതാണ് വിദ്യാരംഭം കുറിക്കുന്നതിൻ്റെ പ്രധാന വഴിപാട്. ശ്രീ ശുഗമഹർഷിയുടെ ഗുരുവായ നാരദ മഹർഷിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള നാരദ പൂജയും ഗുരുപൂജയും ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ്. ശിവക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് ശ്രീ പാർവതി ക്ഷേത്രം. സാധാരണ ശിവക്ഷേത്രത്തിൽ അർദ്ധനാരീശ്വരി എന്ന ഭാവത്തിലാണ് കാണപ്പെടാറ്. പക്ഷേ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകളും രീതികളും. ഊരാള കുടുംബത്തിൽ ആരാധന നടത്തിയിരുന്ന ശ്രീ മഹാദേവനെ ആവാഹിച്ച് ക്ഷേത്രത്തിലെ കുളത്തിന് അടുത്തായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കുളത്തിനടുത്തായതുകൊണ്ട് കുളങ്കര തേവർ എന്നാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ബലിക്കലിനടുത്തായുള്ള ഈ കിണറിലാണ് ശ്രീ ശുഗമഹർഷി പ്രതിഷ്ഠയ്ക്ക് ശേഷം തപസ്സനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന പീഠവും ഈ കിണറ്റിൽ കാണുന്നുണ്ട്. ഈ കിണറിലൂടെ കാശിയിലേക്ക് ഒരു തുരങ്കമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലെ തറയിലായി ഒരു വലിയ കോഴിയുടെ കാൽപാദം കാണാൻ സാധിക്കും. ആ കാൽപാദം അവിടെ വരാനിടയായ ഐതിഹ്യം, ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന ശ്രേഷ്ഠ പണ്ഡിതന്മാർ ശ്രീ ദക്ഷിണാമൂർത്തിയെ സേവിച്ച് സോമയാഗമെല്ലാം നടത്തിപ്പോന്നിരുന്നു. ഇത് ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് ഭാഗത്തെ ഗ്രാമക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരികയും അവർ അവരുടെ ശക്തി ഉപയോഗിച്ച് ഭൂതഗണങ്ങളെ കൊണ്ട് ക്ഷേത്രത്തിന് കുറുകെ കിഴക്ക് ഭാഗത്തു നിന്നും ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്ത രീതിയിൽ ഒരു പുഴ നിർമ്മിക്കുവാനും തുടങ്ങി. ആരും കാണാതെ രാത്രിയിൽ പുഴ നിർമ്മിക്കുമ്പോൾ ദക്ഷിണാമൂർത്തി കോഴി രൂപത്തിൽ വന്ന് കൂവുകയും ഇത് കേട്ട ഭൂതഗണങ്ങൾ നേരം പുലർന്നു എന്ന് കരുതി ആ പ്രവൃത്തി നിർത്തിപ്പോവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്ര ശ്രീകോവിലിൽ നിരവധി ദാരുശില്പങ്ങളാണുള്ളത്. കരിങ്കല്ലിൽ തീർത്ത കൊത്തുപണികളും ക്ഷേത്രത്തിൽ ധാരാളമായി കാണാം. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മുഖമണ്ഡപത്തിലെ കൊത്തുപണികൾ ആരെയും ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം തേടി അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ധാരാളം ഭക്തരാണ് ദിനം പ്രതി ക്ഷേത്രത്തിലെത്തുന്നത്. പരബ്രഹ്മമൂർത്തിയായ സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വാമി ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തിയായി കുടികൊള്ളുന്ന ശ്രീ ശുഗപുരം ക്ഷേത്രത്തിൽ ഭഗവാനെ ഒരു തവണ തൊഴുതാൽ വീണ്ടും ഓടിയെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തരുടെ വാക്കുകളിൽ കാണാം ആ ശുഗപുരത്തപ്പനെ, സാക്ഷാൽ ദക്ഷിണാമൂർത്തിയെ.